മന്നത്ത് പത്മനാഭനാണോ മന്നത്ത് പത്മനാഭനാണോ ശരി? ഭൂരിപക്ഷം ആളുകളും ഭൂരിപക്ഷം ചാനലുകളും ഉപയോഗിക്കുന്നത് മന്നത്ത് പത്മനാഭൻ എന്നാണ്. പക്ഷെ മന്നത്ത് പത്മനാഭനാണ് ശരിയായ ഉച്ചാരണം. ഇതൊരാളോട് പറഞ്ഞപ്പോൾ തർക്കിച്ചു, രണ്ടും ശരിയാണ്. അങ്ങനെയെങ്കിൽ ഇനി ഈ പറയുന്നതൊക്കെ ശരിയാവണം. കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ, കൊന്നമരം പൂത്തുലഞ്ഞതാണോ, മാനത്തു നിന്നെങ്ങാനും വന്നതാണോ, കുന്നത്തു സൂര്യൻ ഉദിച്ചതാണോ? അത് ശരിയല്ലല്ലോ. കുന്നത്ത് സൂര്യൻ ഉദിച്ചതാണോ എന്ന് തന്നെയാണ് അല്ലേ. അപ്പം മലയാളത്തിൽ നായ്ക്കും നായ്ക്കും പ്രത്യേകം ഉച്ചാരണമുണ്ട്, അത് കൃത്യമായി ഉച്ചരിക്കണം. പക്ഷേ അറിയപ്പെടുന്ന ചാനലിലെ പ്രമുഖർ വാർത്ത അവതരിപ്പിക്കുമ്പോഴും മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നു. വളരെ തെറ്റായ പ്രയോഗമാണ്. മന്നത്ത് എന്നാണ് ആ തറവാടിൻ്റെ പേര്. പെരുന്നയിലെ മന്നത്ത് തറവാട്, മന്നത്ത് തറവാട്ടിലെ പത്മനാഭൻ, അതാണ് മന്നത്ത് പത്മനാഭൻ. അത് മന്നത്ത് എന്ന് പറയുകയാണ്. രണ്ടും പറയുന്നത് ശരിയല്ല, മന്നത്ത് തന്നെയാണ് ശരി. അങ്ങനെയാണെങ്കിൽ മാന്നാർ എന്നൊരു സ്ഥലമുണ്ട്, മാന്നാർ. അതാരും മാന്നാർ എന്ന് പറയുന്നില്ല. ചെന്നൈ അറിയപ്പെടുന്ന സ്ഥലമാണല്ലോ ചെന്നൈ. ആരും ചെന്നൈ എന്ന് പറയുന്നില്ല. തെരുവ് നായക്കാരും തെരുവ് ന്യായ എന്ന് പറയുന്നില്ല. നായനാർ, മുൻ മുഖ്യമന്ത്രി ശ്രീ EK നായനാർ, ആരും നായനാർ എന്ന് പറയുന്നില്ലല്ലോ, അത് നായനാർ തന്നെയാണ്. അപ്പോൾ നായ്ക്കും നായ്ക്കും കൃത്യമായ ഉച്ചാരണമുണ്ട്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അത് ചാന്നാർ ലഹള എന്നൊരു വാക്കുണ്ടല്ലോ, അതാരും ചാന്നാർ ലഹള എന്ന് പറയുന്നില്ല. നാരായണൻ, ആരും നാരായണൻ എന്ന് പറയുന്നില്ല, അത് നാരായണൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിരവധി പ്രദേശങ്ങളുണ്ട്. പന്നിക്കൂട്ടം, ആരും പന്നിക്കൂട്ടം എന്ന് പറയുന്നില്ല. അപ്പോൾ പനി പിടിച്ച് കിടക്കുകയാണെന്ന് പറയുമ്പോൾ ആരും പനി പിടിച്ച് കിടക്കുകയാണെന്ന് പറയുന്നില്ല. നായ്ക്കും നായ്ക്കും കൃത്യമായ ഉച്ചാരണമുണ്ട്. പൊട്ടത്തെറ്റാണ് മന്നത്ത് പത്മനാഭൻ, മന്നാണ് ശരി. അതുകൊണ്ട് കൊന്നമരം പൂത്തുലഞ്ഞതാണോ, അതൊരിക്കലും കൊന്നമരമല്ല. അതുകൊണ്ട് കുന്നത്ത് സൂര്യനല്ല, കുന്നത്ത് സൂര്യനാണ്. അതുകൊണ്ട് ന എന്ന വാക്കുകൾ കൃത്യമായി ഉച്ചരിക്കാൻ നമുക്ക് കഴിയണം. അത് പത്രങ്ങൾ എഴുതുമ്പോൾ അവർക്ക് പ്രശ്നമില്ല. നായും നായും മലയാളത്തിൽ ഒരേ ലിപിയാണ്, അതുകൊണ്ട് അത് തെറ്റില്ല. പക്ഷെ ഉച്ചാരണം വരുമ്പോൾ അതിൽ ചില തെറ്റുകൾ കടന്നുകൂടാം. അത് ആ സ്ഥലവുമായിട്ടുള്ള ബന്ധമില്ലാത്തത് കൊണ്ടാണ്. കൂടുതൽ ആളുകൾ പറഞ്ഞാൽ പലകുറി ഒരു തെറ്റാവർത്തിച്ചാൽ അത് ശരിയായി വരാം എന്നൊക്കെ പറയും. പക്ഷേ ഇതൊരിക്കലും ശരിയാവില്ല. അതുകൊണ്ട് ഇതെനിക്ക് ആ പ്രദേശം കൃത്യമായി അറിയാം. എനിക്ക് ഈ പറയുന്ന പെരുന്നയിലെ ഈ സ്ഥലവും ഈ തറവാടും ഒക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ഞാനവിടെ ഒരു മാധ്യമത്തിൽ ജോലി ചെയ്തിട്ടുണ്ട്, മാതൃഭൂമി പത്രത്തിൽ ഞാൻ ചങ്ങനാശ്ശേരിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് കൃത്യമായിട്ട് അറിയാം. ഒരു തവണ NSSൻ്റെ ജനറൽ സെക്രട്ടറി അത് പറയുകയും ചെയ്തു. ഈ പറഞ്ഞ നായർ സമുദായവുമായി ഒരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ് വിമർശിക്കുന്നത്, മന്നത്ത് പത്മനാഭൻ എന്ന് പോലും പറയാൻ അറിയാൻ വയ്യാത്ത ആളുകളാണെന്ന് പറയുന്നുണ്ട്. ഇതേപോലെ മറ്റൊരു തെറ്റുകൂടിയുണ്ട് ആളുകൾ പറയുന്നത്. SNDP ജനറൽ സെക്രട്ടറി, അത് തെറ്റാണ്. SNDP യോഗമാണ്, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് അത് സ്ഥാപിച്ച ശ്രീനാരായണ ഗുരു അതിന് കൊടുത്തിരിക്കുന്ന പൂർണ്ണനാമം. അതുകൊണ്ട് SNDP ജനറൽ സെക്രട്ടറി അല്ല, SNDP യോഗമാണ്. അതുകൊണ്ട് തെറ്റായ വാക്കുകൾ തെറ്റായി ഉച്ചരിച്ച് യുവതലമുറ തെറ്റിപ്പോകരുത്. മന്നത്ത് പത്മനാഭനും SNDP യോഗവും ആണ് ശരിയായ പദം.